ഞാൻ ട്രസ്റ്റി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആണെന്ന് തോന്നുന്നു. ഒരു ലഘുലേഖ ഇറങ്ങിയിട്ടുണ്ട്. 20 പോയിൻറ്റ്സാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ശുദ്ധ കളവും ആണ് അതിനകത്തുള്ളതെന്നുള്ളത് വളരെ ദുഃഖകരമായിട്ട് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. കോലഞ്ചേരി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നേരിട്ട് ഒരു ഭരണ സ്വാതന്ത്ര്യവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഈ വർഷമാണ് എന്നെ വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ ആ സ്ഥാപനവുമായിട്ടുള്ള എൻ്റെ ബന്ധമെന്ന് പറയുന്നത് അത് മെഡിക്കൽ കോളേജ് വന്ന അതിന് അപേക്ഷിക്കുന്ന ആ ഡേറ്റ് മുതലാണ്. മെഡിക്കൽ കോളേജിന് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അഡ്മിഷൻസുമായിട്ട് ഗവൺമെൻറ്റുമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴാണ് അതിനകത്ത് എൻ്റെ നേതൃത്വത്തിൽ അതിന് ഒരു പരിഹാരമുണ്ടാകുന്ന നിലയിൽ പ്രവർത്തിക്കാനായിട്ടിടയായത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രമാദമായി നിൽക്കുന്ന ഒരു വിഷയമാണ് ക്യാപിറ്റേഷൻ ഈ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന 4 ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളിൽ കോലഞ്ചേരി, നമ്മുടെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ക്യാപിറ്റേഷൻ ഇല്ലാതെ മെറിറ്റ് മാത്രം മാനദണ്ഡമായിട്ട് അഡ്മിഷൻ നടത്തുന്ന കോളേജുകളിൽ 4 മാത്രമേ ഉള്ളൂ എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഇതാണ് മെഡിക്കൽ കോളേജിൽ എൻ്റേതായ കോൺട്രിബ്യൂഷൻ എന്ന് പറയാനുള്ളത്. ഈ സ്ഥാപനം പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ് പ്രസിഡൻ്റായിട്ടുള്ള മറ്റ് 4 മെത്രാപ്പോലിത്തന്മാർ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള ഒരു ഭരണസമിതി, ഇതിൻ്റെ സ്ഥാപക സെക്രട്ടറിയായ ശ്രീ ചാക്കോപ്പിള്ളച്ചേട്ടൻ്റെ മകൻ ജോയ് പി ജേക്കബ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു ഭരണസമിതിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. 1970 10 ബെഡോടുകൂടി പ്രവർത്തനം ആരംഭിച്ച മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ഇന്ന് വളർന്ന് പന്തലിച്ച 1200 ബെഡുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് അത് ഉയർന്ന് ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജായിട്ട് വളരെ ശ്ലാഘനീയമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു എന്നത് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുതയാണ്. ഈ കോളേജിനെ, ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം 2 കോടി രൂപയ്ക്ക് അധികമായിട്ട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവിടെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതിനു പുറമെ ഹോസ്പിറ്റലിൽ വരുന്ന പാവപ്പെട്ടവരായ രോഗികൾക്ക് വേണ്ടി ഏതാണ്ട് 2 കോടിയിലധികം ഓരോ വർഷവും ചെലവിടുന്നു എന്നുള്ളതും ആ സ്ഥാപനം സമൂഹത്തിന് ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലം വിവരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം.